കുഞ്ഞിപ്രാവിൻ്റെയും കട്ടുറുമ്പിൻ്റെയും കഥ കേട്ടാലോ? ഒരിടത്തൊരിടത്ത് കാട്ടിലെ കുറുമ്പനായ കട്ടുറുമ്പ് പതിവ് പോലെ അന്നും ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. കാട്ടരുവിയുടെ തീരത്തുകൂടെ കാറ്റും കൊണ്ട് അവൻ അങ്ങനെ പാട്ടും പാടി നടന്നു. അരുവിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരക്കൊമ്പിലേക്ക് അവൻ മെല്ലെ നടന്നു കയറി. കുറെ നേരമായി സർക്കിട്ട് തുടങ്ങിയിട്ട് ദാഹിച്ചിട്ട് വയ്യ. ആ മരത്തിന്റെ ചാഞ്ഞു നിൽക്കുന്ന ചില്ലയിലെ ഒരിലയിൽ ഒരു തുള്ളി മഴവെള്ളം സ്ഫടികം പോലെ തിളങ്ങിയിരിക്കുന്നത് അവൻ കണ്ടു. ആർത്തിയോടെ ആ മഴത്തുള്ളി നുണയാൻ അവൻ ആ ഇലയിലേക്ക് കയറി. പെട്ടെന്ന് ഒരു കാറ്റിൽ ഇലയൊന്നുലഞ്ഞു. പാവമുറുമ്പ് ആ വെള്ളത്തുള്ളിയോടൊപ്പം അരുവിയിലേക്ക് വീണു. അവൻ രക്ഷപ്പെടാൻ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിച്ചു നിലവിളിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പ്രാവ് അടുത്തുള്ള മരക്കൊമ്പിൽ ഇരിക്കുകയായിരുന്നു. പ്രാവിന് ഉറുമ്പിനോട് സഹതാപം തോന്നി. പ്രാവ് അതിരുന്ന മരത്തിൽ നിന്ന് ഒരില കൊത്തിയെടുത്ത് ഉറുമ്പിന്റെ അടുത്ത് ഇട്ടുകൊടുത്തു. ഉറുമ്പ് ആ ഇലയിൽ വലിഞ്ഞു കയറി. ഒഴുക്കിൽ ആ ഇല കരക്കെടുത്തു. ഉറുമ്പ് രക്ഷപ്പെട്ടു. അവൻ തന്നെ രക്ഷിച്ച പ്രാവിനെ വളരെ നന്ദിയോടെ നോക്കി. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പതിവ് പോലെ കട്ടുറുമ്പ് നടക്കാനിറങ്ങിയതായിരുന്നു. കാറ്റും കൊണ്ട് പാട്ടും പാടി നടന്ന അവന്റെ ശ്രദ്ധയിൽ പെട്ടെന്നാണത് പതിഞ്ഞത്. ഒരു വേടൻ തൻ്റെ അമ്പ് ഉന്നം വയ്ക്കുന്നു. തന്നെ രക്ഷിച്ച ആ പ്രാവിനെയാണ് ഈ വേടൻ ലക്ഷ്യം വെക്കുന്നതെന്ന് കണ്ട് ഉറുമ്പ് ഞെട്ടിപ്പോയി. പ്രാവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവൻ മനസ്സിലുറച്ചു. എന്തു ചെയ്യും? ആലോചിച്ചു നിൽക്കാൻ നേരമില്ല. പെട്ടെന്ന് അവന്റെ മനസ്സിലൊരു ബുദ്ധി തോന്നി. പ്രാവിനെ തന്നെ ഉന്നം പിടിച്ചു നിൽക്കുന്ന ആ വേടന്റെ കാലിൽ ഉറുമ്പ് ഒറ്റക്കടി വെച്ചുകൊടുത്തു. വേദനയിൽ പുളഞ്ഞ വേടൻ അയ്യോ എന്ന് നിലവിളിച്ചു. അമ്പ് ലക്ഷ്യം തെറ്റി. ശബ്ദം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ പ്രാവ് പറന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പരസ്പരം ജീവൻ രക്ഷിച്ച അവർ നല്ല ചങ്ങാതിമാരായി. പിന്നീട് വളരെ കാലം അവർ നല്ല കൂട്ടുകാരായി കഥയും പറഞ്ഞ് പാട്ടും പാടി ആ കാട്ടിൽ ജീവിച്ചു.